മൂന്നാറിൽ വിനോദസഞ്ചാരികളും വഴിയോര കച്ചവടക്കാരും ജീപ്പ് ഡ്രൈവർമാരും തമ്മിൽ സംഘർഷമുണ്ടായി. വിനോദസഞ്ചാരികളുമായി എത്തിയ ബസ് മരക്കമ്പുകൾ ഉപയോഗിച്ച് അടിച്ചു തകർക്കാൻ ശ്രമമുണ്ടായി. ജെയിൻ അതിൻ്റെ വിവരങ്ങൾ നൽകും. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചിലരൊക്കെ സോഷ്യൽ മീഡിയയിൽ പ്രതികരിച്ചു. ഇതാണ് മൂന്നാറിൽ എത്തിയാനുള്ള അവസ്ഥ എന്നതൊക്കെ ആളുകളുടെ പ്രതികരണങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു. ജെയിൻ, എന്താണ് സംഭവിക്കുന്നത്? ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണോ അതോ മുൻപും ഇതുപോലെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഈ വിനോദസഞ്ചാരികളും ഡ്രൈവർമാരും ഒക്കെ ഉള്ള ഒരു തമ്മിൽ തർക്കം. ദിവിഷ്, ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഇതിനു മുമ്പും വിനോദസഞ്ചാരികളും അവിടുത്തെ ജീപ്പ് അതോടൊപ്പം തന്നെ വഴിയോര കച്ചവടക്കാർ ഇവർ തമ്മിൽ സംഘർഷമുണ്ടായിട്ടുണ്ട്. പലതവണ ഇത് നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. ഇതിപ്പോൾ ഇന്നലെയാണ് ഈ സംഭവം ഉണ്ടായത്. മൂന്നാർ ടോപ്പ് സ്റ്റേഷന് സമീപമാണ്. കൊല്ലത്ത് നിന്നെത്തിയ വിനോദസഞ്ചാരികൾ സഞ്ചരിച്ചിരുന്ന ബസ്സും അതോടൊപ്പം തന്നെ അവിടെയുള്ള പ്രാദേശിക ഡ്രൈവർമാരും വഴിയോര കച്ചവടക്കാരും തമ്മിലായിരുന്നു സംഘർഷം. ഈ വാഹനം പാർക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ടാണ് തർക്കം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ആ പ്രദേശത്തെ ഒരു പ്രത്യേകതയുണ്ട്. ഇത് തമിഴ്നാടിൻ്റെ ഒരു ഭാഗം, കുരങ്ങണി പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലുള്ള ഒരു ഭാഗം ഈ ടോപ്പ് സ്റ്റേഷൻ്റെ അവിടെ കയറി കിടക്കുന്നുണ്ട്. പല നിയമലംഘനങ്ങളും അക്രമ സംഭവവും നടക്കുന്നത് ഇവിടെയാണ്. നമ്മുടെ സംസ്ഥാന പോലീസിന് അവിടെ എത്തി ലോ ആൻഡ് ഓർഡർ നിയന്ത്രിക്കാമെന്നല്ലാതെ നിയമ നടപടി സ്വീകരിക്കുന്നതിൽ പരിമിതിയുണ്ട്. ദേവികുളം പോലീസിൻ്റെ അതിർത്തി മേഖലയാണ്. അപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്താലും അത് തമിഴ്നാട് കുരങ്ങണി പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറുക എന്നത് മാത്രമാണ് ഇപ്പോൾ ഇവിടെ പോലീസിന് ചെയ്യാൻ കഴിയുന്നത്. ഈ ദൃശ്യങ്ങൾ കണ്ടാൽ അറിയാം, അവിടെ ഈ പ്രദേശത്തുള്ള ആളുകൾ ഈ മരക്കമ്പൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ വാഹനം അടിച്ച് തകർക്കാൻ ശ്രമിക്കുകയും സ്ത്രീകളടക്കമുള്ള വിനോദസഞ്ചാരികളെ ആക്രമിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. വിനോദസഞ്ചാരികൾ പുറത്തുനിന്ന് വരുന്നവരാണ്, അവർക്ക് പരിചയക്കുറവുണ്ടാകും ഈ സ്ഥലത്തെ സംബന്ധിച്ച്. പക്ഷേ അവിടെ എത്തുന്ന ആളുകൾ ആ വിനോദസഞ്ചാരികളെ ആശ്രയിച്ചാണ് ആ മേഖലയിലെ ഉപജീവനമടക്കം നടക്കുന്നത് എന്നൊരു ബോധ്യം അവിടെയുള്ള ആളുകൾക്ക് ആവശ്യമാണ്. ഏതെങ്കിലും രീതിയിൽ പ്രകോപനം ഉണ്ടായാൽ പോലും അത് നിയന്ത്രിച്ച് സംയമനത്തോടെ കാര്യങ്ങൾ നിയന്ത്രിക്കേണ്ട പ്രദേശവാസികൾ സ്വയം നിയമം കയ്യിലെടുക്കുന്ന രീതി അവിടെയുണ്ട്. ഈ പ്രദേശത്തെ സംബന്ധിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പ്രശ്നമുണ്ട്. അവിടെ ഈ ലോ ആൻഡ് ഓർഡർ നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ട് പരിമിതികൾ. കാരണം അങ്ങനെയാണെങ്കിൽ പോലും കേരള പോലീസ് എത്തി വേണ്ട സഹായം ചെയ്തു എന്ന് പറഞ്ഞാണെന്നോ ഈ വാഹനത്തിൽ ഒരാളുടെ പോസ്റ്റ് ഞാൻ കണ്ടതെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? അങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടായതിൽ ആശ്വാസമെന്ന് അറിയിക്കുന്നുണ്ടോ അല്ലേ? ഈ സംഘർഷം ഉണ്ടായതിനു ശേഷം അവിടെ നിന്നുള്ള വിനോദസഞ്ചാരികളെ മൂന്നാറിൽ എത്തിക്കുന്നത് പോലീസിന്റെ എസ്കോർട്ടിലാണ്. അത്രത്തോളം ഗുരുതരമാണ് അവിടുത്തെ ഒരു സാമൂഹ്യ പശ്ചാത്തലം എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ദിവിഷ്. കാരണം ഇവർ ഒറ്റയ്ക്ക് വന്നാൽ വീണ്ടും ആക്രമിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പോലീസ് എസ്കോർട്ട് കൊടുത്തത്. പോലീസ് കൃത്യസമയത്ത് ഇടപെട്ട് സുരക്ഷ ഒരുക്കി എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഈ നിയമലംഘനങ്ങൾ നിയന്ത്രിക്കുന്നതിൽ പോലീസിനെ സംബന്ധിച്ച് ഈ പരിമിതിയുണ്ട്. കാരണം തമിഴ്നാടിൻ്റെ മേഖലയിലാണ് ഈ അക്രമ സംഭവം നടക്കുന്നതെങ്കിൽ പ്ലേസ് ഓഫ് ഒക്കറൻസ് ഈ കുരങ്ങണി പോലീസ് സ്റ്റേഷനാണ്. അപ്പോൾ അവിടെ നിയമ നടപടി സ്വീകരിക്കുന്നതിന് പരിമിതിയുണ്ട്. ഇപ്പോൾ ഈ സംഭവം ഉണ്ടായപ്പോൾ പോലും ഇത് സംബന്ധിച്ച് രേഖാമൂലം പരാതി പോലീസിന് ഇതുവരെ ലഭിച്ചിട്ടില്ല. അപ്പോൾ അത്തരം പരിമിതികളുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. കാരണം പുറത്തുനിന്ന് ആളുകൾ എത്തി സുരക്ഷിതമായി അവിടെ ആ ഭൂപ്രകൃതിയൊക്കെ ആസ്വദിച്ച് കാലാവസ്ഥയൊക്കെ ആസ്വദിച്ച് മടങ്ങിപ്പോകേണ്ടതാണ്. അപ്പോൾ അതിനുള്ള ഒരു സൗകര്യം ആ മേഖലയിൽ ഒരുക്കുക എന്നുള്ളതാണ്. അതിന് നിയമപാലനം കൃത്യമായി അവിടെ നടക്കേണ്ടതുണ്ട്. നിയമം കയ്യിലെടുക്കാൻ പ്രദേശവാസികളെ അനുവദിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ ചെയ്യാൻ. ആരാണ് ചെയ്യുന്നതെങ്കിലും ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നു എന്നതേ അർത്ഥമുള്ളൂ. ഇത്രയും വിനോദസഞ്ചാരികളൊക്കെ ചെന്നാലാണ് അവിടെയുള്ളവരുടെ ഒരു വലിയ വരുമാന മാർഗമാണ്. അപ്പോൾ ഈ ചെറിയൊരു ആളുകൾ ഇങ്ങനെ ചെയ്യുമ്പോൾ മര്യാദയ്ക്ക് അവിടെ വിനോദസഞ്ചാരികൾ വരുന്നതിൻ്റെ അതിൻ്റെ ഒരു കച്ചവടമൊക്കെ നടത്തി മര്യാദയ്ക്ക് ജീവിക്കുന്നവരുടെ കൂടി ജീവിതത്തിൽ അല്ലെങ്കിൽ അവരുടെ കഞ്ഞിയിൽ കൂടി പാറ്റിയിടുന്ന ഒരു പെരുമാറ്റ രീതിയാണ് ഇപ്പോൾ ഇങ്ങനെ ഈ അതിക്രമം കാണിക്കുന്നവർ ചെയ്യുന്നത്. മരക്കമ്പൊക്കെ എടുത്ത് വാഹനം അടിച്ചു പൊട്ടിക്കാൻ ശ്രമിക്കുക, സ്ത്രീകളടക്കമുള്ളവരെ ഭയപ്പെടുത്തുന്ന നിലയിൽ പ്രതികരിക്കുക. പോലീസിനും അവിടെ പരിമിതികളുണ്ടായിരുന്നു. കാരണം തമിഴ്നാടിൻ്റെ ഉള്ളിൽ വരുന്ന സ്ഥലമാണ്. പക്ഷേ കേരള പോലീസ് എത്തി അവർക്കൊരു സുരക്ഷ ഒരുക്കി എന്നത് ആശ്വാസമാണ്. പക്ഷേ അവിടുത്തെ നാട്ടുകാരും അവിടുത്തെ വഴിയോര കച്ചവടക്കാരും ഒക്കെയാണ് ഇത് ചിന്തിക്കേണ്ടത്. ഇങ്ങനെയാണോ ഇപ്പോൾ വിനോദസഞ്ചാരികളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ തന്നെ അതൊരു രമ്യമായി പരിഹരിക്കാനുള്ള ഒരു ശ്രമവും കൂടിയാണ് വേണ്ടത്. അല്ലെങ്കിൽ അവരുടെ വരുമാന മാർഗ്ഗങ്ങൾ തന്നെയാണ് നിലയ്ക്കുക.